Hallelujah. Glory to Jesus. ഞാൻ എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ നല്ല പകലിൽ ദൈവത്തിൻ്റെ ജീവൻ പകരുന്ന തിരുവെഴുത്തുമായി ഒരിക്കൽ കൂടെ ദൈവത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാനും സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ അതിയായി വാഴ്ത്തുന്നു. ഇന്ന് പകലിലും ദൈവം വിളിച്ചു ചേർത്ത് തൻ്റെ നിത്യമൊഴികളെ പകർന്ന് പഠിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, പുതിയൊരു ചൈതന്യം നിങ്ങളുടെ മേൽ പകരുവാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച അതിശക്തവും കാതലായതുമാകുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയും നിങ്ങളെ എല്ലാവരെയും ആ തിരുവെഴുത്ത് കേൾവിക്കായി ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളം ക്ഷീണിച്ചു മടുത്തു തുടങ്ങിയോ? ഈ ഒരു സന്ദേശം നിങ്ങൾ പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശ്രദ്ധയോടെയും കൂടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുവാൻ, മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. കാരണം ഈ മീറ്റിങ്ങിന് വേണ്ടി, ഈ സന്ദേശത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയ സമയത്ത് അത്രയും വലിയ സ്പർശനമാണ് എൻ്റെ ആത്മാവിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഇന്ന് ഈ സന്ദേശം കേട്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പലരുടെയും ക്ഷീണങ്ങൾ ഈ സന്ദേശത്തിൻ്റെ ഒടുവിൽ മാറിയിട്ടുണ്ടാകും. നിങ്ങളിൽ പലരുടെയും മടുപ്പ് ഈ സന്ദേശത്തിൻ്റെ ഒടുവിൽ മാറിയിട്ടുണ്ടാകും. നിങ്ങളുടെ പലരുടെയും ഉള്ളം ഈ സന്ദേശത്തിൻ്റെ ഒടുവിൽ റിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത്രയും ശക്തമായ ആലോചനയാണ് ഇന്ന് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് കാര്യമാണ് ക്ഷീണവും മടുപ്പും. ഇത് നമ്മൾ അറിയാതെ വരുന്നൊരു കാര്യമല്ല. ഈ ക്ഷീണവും മടുപ്പും എന്ന് പറയുന്നത് അറിയാതെ വരുന്നൊരു കാര്യമല്ല, അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ നമ്മളിൽ പലരും അറിയുന്നു എങ്കിലും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ് മടുപ്പും ക്ഷീണവും. അത് സാത്താൻ്റെ ഒരു ഭയങ്കര തന്ത്രമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖകൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഓർത്തുകൊള്ളുവിൻ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ മാത്രമല്ല ക്ഷീണം അനുഭവപ്പെടുന്നത്. പ്രാർത്ഥിക്കാൻ കഴിയാത്ത നിലയിൽ മാത്രമല്ല ക്ഷീണം അനുഭവപ്പെടുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ആക്റ്റീവ് അല്ലല്ലോ, എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ ആക്റ്റീവ് അല്ലല്ലോ എന്ന ചിന്തയിൽ മാത്രമല്ല നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെയുമല്ല നമ്മൾ മടുത്തു പോകുന്നത്. അതിനും പുറമെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിനേക്കാൾ പുറമെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞും കൊണ്ടുവരുന്ന ചില വിരോധങ്ങൾ, മനുഷ്യരിൽ നിന്നാകട്ടെ, കൂട്ടായ്മകളിൽ നിന്നാകട്ടെ, ബന്ധങ്ങളിൽ നിന്നാകട്ടെ, തൊഴിലിടങ്ങളിൽ നിന്നാകട്ടെ, നമുക്ക് നേരെ വരുന്ന വിരോധങ്ങൾ, നമുക്ക് നേരെ വരുന്ന ആരോപണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ
അപ്രതീക്ഷിതമായി വരുന്ന സംഭവങ്ങൾ, ഇതൊക്കെ എന്താ ഈ ലോകത്തിൽ എനിക്ക് മാത്രം ഇങ്ങനെയുള്ള അവസ്ഥ, ഇത്ര വെറുപ്പാണോ ദൈവത്തിന് എന്നോട്, ഞാൻ ഇത്ര പാപിയാണോ എന്ന് നാം തന്നെ ചിന്തിക്കുന്ന നിലയിൽ ചില വിരോധങ്ങൾ നമുക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലുണ്ടാകുന്ന ഒരു പേരറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ് മടുപ്പ്. ആ സമയം നമുക്കൊരു മൂഡില്ല പ്രാർത്ഥിക്കാൻ, ഇന്ന് തോന്നുന്നില്ല, ഒരു അസ്വസ്ഥത തോന്നുന്നു എന്നൊക്കെ നമ്മൾ കരുതുന്നുവെങ്കിലും തിരുവെഴുത്ത് അതിനെ പറയുന്നത് മടുപ്പ് എന്നാണ്. അപ്പൊ ഇവിടെ എബ്രായ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും നല്ല ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ലോകത്തിൽ ഞാൻ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്, മടുത്തു പോകാൻ സാധ്യതയുണ്ട്, വിരോധങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഞാൻ സ്നേഹിച്ചവരിൽ നിന്ന്, ഞാൻ പ്രാർത്ഥിച്ചവരിൽ നിന്ന്, ഞാൻ സ്വന്തമായി കരുതിയവരിൽ നിന്ന്, ഞാൻ വളർത്തിയവരിൽ നിന്ന് എല്ലാം നമുക്ക് വിരോധങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്, വിരോധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വിരോധം മുഴുവൻ സഹിച്ചവനെ ധ്യാനിക്കാനാണ് ലേഖകൻ നമ്മോട് പറയുന്നത്. യോനായുടെ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം താങ്കളോട് പറയട്ടെ. ദൈവം താങ്കളെ കണ്ടിരിക്കുന്ന വിളി എന്താണ് എന്നുള്ളത് പഠിക്കാനുള്ള ഒരു സന്ദേശം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. നമ്മുടെ വിളിയിലേക്ക് നോക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആലോചന. എന്നാൽ യോനായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുന്ന സമയം യോനായെ കർത്താവ് ഒരു നിയോഗം കൊടുത്ത് അമിതായുടെ മകനായ യോനായിക്ക് യഹോവയിൽ നിന്നൊരു അരുളപ്പാടുണ്ടായി. ഒരു നിയോഗം കൊടുത്ത് അദ്ദേഹത്തെ നിനവയിലേക്ക് ദൈവം അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ ദൈവകൽപ്പനയ്ക്ക് എതിരെ നിന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ വന്ന ഒരവസ്ഥയെക്കുറിച്ച് ആ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയാവോ? യോനായുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എൻ്റെ പ്രാർത്ഥന തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന വാക്യങ്ങൾ, ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാനും നിങ്ങളും ഒക്കെ യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും കർത്താവേ ഞാൻ യോനായെ പോലെ ആയില്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്ത വരാം. പക്ഷേ മറ്റൊരു യോനായായ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മളതൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രം. നേരത്തെ ഈ മടുപ്പിൻ്റെയും ക്ഷീണത്തിൻ്റെയും കാര്യം പറഞ്ഞ പോലെ അറിഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ ദൈവമക്കളെ, യോനായെ ദൈവം യഹോവയായ ദൈവം നിനവയെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുത്ത് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ യോന തൻ്റെ ഉള്ളത്തിലുള്ള വെറുപ്പ് കാരണവും മടുപ്പ് കാരണവും യോന തർശീശിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയപ്പോൾ ദൈവം ആദ്യം ഒരു മത്സ്യത്തെ കൽപ്പിച്ച് ആക്കുകയും ആ മത്സ്യത്തിൻ്റെ വയറിൽ കിടന്ന് യോന പ്രാർത്ഥിക്കാൻ പഠിക്കുകയും ചെയ്തു. ഞാനൊരു ദൂത് താങ്കളോട് പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ചത് ഇതുപോലുള്ള ചില ട്രാപ്പിനകത്ത് പെട്ടതിന് ശേഷമാണ്. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം പറയാൻ, നമ്മളൊക്കെ ചില ട്രാപ്പിനകത്ത് പെടാൻ ദൈവം അനുവദിച്ചതും കൂടെ കൊണ്ടാണ്. എൻ്റെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ട്രാപ്പിനകത്ത് ഞാൻ പെട്ടതുകൊണ്ടും ദൈവം അതിനനുവദിച്ചതുകൊണ്ടുമാണ് പ്രാർത്ഥിക്കാൻ പഠിച്ചത്. യോനായെക്കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥിച്ചിറങ്ങിയ ആളാ, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയ ആളാ, ഒരു തീരുമാനം എടുത്ത ആളാ. പക്ഷേ പട്ടണത്തിലോട്ട് വന്നപ്പോൾ വണ്ടി കണ്ടപ്പോൾ ഒന്ന് ടിക്കറ്റ് മാറ്റിയെടുക്കണമെന്ന് തോന്നി. ഞാനൊരു ദൂത് താങ്കളോട് പറയട്ടെ.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചാണ് ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. പല തീരുമാനങ്ങളോടും കൂടെയാണ് നമ്മൾ സ്നാനമേറ്റത്. പല തീരുമാനങ്ങളോടും കൂടെയാണ് പുതുവർഷത്തിൽ നമ്മളൊക്കെ ആരംഭിച്ചത്. 2000-ൽ നമ്മൾ തീരുമാനം എടുത്തു, 2001-ലും എടുത്തു, 2010-ലും എടുത്തു, ഇപ്പതേ 2013-ലും എടുത്തു, ഇപ്പതേ 2023-ലും നമ്മൾ തീരുമാനം എടുത്തു. പക്ഷേ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ, അല്ല ഒരു 50% പാലിക്കാൻ നമ്മെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? എടുത്ത തീരുമാനത്തിലാണോ ഉറച്ചു നിൽക്കുന്നത്? എത്രയോ പ്രാവശ്യം ടിക്കറ്റുകൾ മാറി 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 എടുത്തു, സ്റ്റേഷൻ മാറി 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 ഇറങ്ങി, മാറി 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 പല കാര്യങ്ങളിലും നമ്മളൊക്കെ വിട്ടുവീഴ്ചകൾ വരുത്തി നമ്മളൊക്കെ ഇതുവരെ എത്തിയിട്ടും തിരിഞ്ഞൊന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുള്ളത് മക്കളുടെ കാര്യത്തിനല്ല, കുടുംബകാര്യത്തിനല്ല, വസ്ത്രം വാങ്ങുന്ന കാര്യത്തിലല്ല, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലല്ല, ജോലി ചെയ്യുന്ന കാര്യത്തിലല്ല. വിട്ടുവീഴ്ചകൾ കൂടുതലും നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് ആത്മീയ ജീവിതത്തിലും പ്രാർത്ഥനയിലും ദൈവവചന വായനയിലും മാത്രമല്ലേ? നമ്മൾ കല്യാണത്തിന് പോകാൻ മുടങ്ങിയില്ല. ഒരാൾ മരിച്ചാൽ അവിടെ പോയി അന്നേ ദിവസം കാണാൻ പറ്റിയില്ലേലും മരണം അറിഞ്ഞെങ്കിലും പോണ്ടല്ലേ, നാളെ അവരുടെ മുഖത്ത് നോക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ അവിടെ പോകാൻ നമ്മൾ മടിച്ചില്ല, മറന്നില്ല. നമ്മൾ പാലുകാച്ചിന് പോകാൻ മറന്നില്ല, നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തു പോകാൻ മറന്നില്ല. ഈ ആഴ്ച പറ്റിയില്ലെങ്കിലും അടുത്ത ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്ത് ഡീവിയേഷൻ എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ മാറ്റി 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 വെക്കുന്നത് ദൈവകാര്യങ്ങൾ തന്നല്ലേ? ക്ഷീണിച്ചു തുടങ്ങിയോ, മടുത്തു തുടങ്ങിയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? ഈ സമയം മുതൽ യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. ഒരു ട്രാപ്പിനകത്ത് താൻ പെട്ടപ്പോ തനിക്ക് മനസ്സിലായ സത്യം ഇതാണ്: താൻ മഹാമത്സ്യത്തിന്റെ വയറ്റിലും തന്റെ പ്രാണൻ പാതാളത്തിലുമായിരിക്കുന്നു എന്ന് ഗ്രഹിച്ചപ്പോഴാണ് യോന ദൈവത്തോട് നിലവിളിച്ചത്. യോനായിക്ക് ഗ്രഹിക്കാനുള്ള ബുദ്ധി ആ സമയമാണ് തുറന്നു കിട്ടിയത്. ചില പാതാള സമാനമായ അവസ്ഥകളിലൊക്കെ ദൈവം പലപ്പോഴും നമ്മളെയൊക്കെ അനുവദിക്കുന്നതിന്റെ കാരണം ആ സമയത്തേക്കെങ്കിലും നമ്മുടെ ബുദ്ധി ഒന്ന് തുറക്കട്ടെ, നമ്മുടെ തലയൊന്ന് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. യോന പറയുന്ന വാക്ക് 7-ാമത്തെ വാക്യത്തിൽ, എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. നമ്മുടെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും സന്തോഷവും എല്ലാം വർദ്ധിക്കുമ്പോൾ, ബന്ധങ്ങളും എല്ലാം വർദ്ധിക്കുമ്പോൾ നമ്മൾ ആദ്യം മറന്നു പോകുന്നത് നമുക്ക് കണ്ണിൽ കാണാൻ കിട്ടാത്ത, നമുക്ക് കേട്ട് 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 മാത്രം ഇരിക്കുന്ന ദൈവം എന്ന ഒരു വ്യക്തിത്വത്തെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണ വീട്ടിൽ മരണമറിഞ്ഞെങ്കിലും ചെന്നില്ലെങ്കിൽ ഡെഡ് ബോഡി എഴുന്നേറ്റ് വന്ന് പരാതി പറയുകയല്ല. പക്ഷെ അയാളുടെ ബന്ധുക്കളെ നാളെയും കാണാനുള്ളതാ, അയാളുടെ വീട്ടുകാരെ നാളെയും കാണാനുള്ളതാ, നാളെയും ബന്ധം കൂടാനുള്ളതാ. അവരെ കാണും എന്ന ഭയം എന്നെ 2 ദിവസം കഴിഞ്ഞായാലും അവിടെ എത്തിക്കുന്നു. എന്നാൽ ദൈവം 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 എന്ന് ജനിച്ച നാൾ മുതൽ ഈ നാൾ വരെയും കേട്ടുകേൾവി അല്ലാതെ കാണാനോ വന്ന് കാണുമെന്നുള്ള ഭയമോ നമുക്കില്ലാത്തത് കൊണ്ട് നമുക്കാകെ കൂടെ മാറ്റിവെക്കാൻ കഴിയുന്നത് ദൈവിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളുമാണ്. എന്നാൽ ബുദ്ധി തുറക്കാൻ കർത്താവ് ദൈവത്തെ കാണാൻ അനുവദിച്ചില്ലെങ്കിലും ചില തകർച്ചകൾ കാണാൻ അനുവദിച്ചെന്ന് വരാം. ദൈവം വന്ന് കണ്ടില്ലെങ്കിലും സാത്താൻ വന്ന് നിങ്ങളെ അറ്റൻഡ് ചെയ്യാൻ ദൈവം അനുവദിച്ചെന്ന് വരാം. ഒരു വ്യക്തിയെ, നിങ്ങളെന്നല്ല, ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളെ ദൈവം വന്ന് പിടിച്ചില്ലെങ്കിലും നമ്മൾ പാതാളം എന്നെ ചുറ്റിയിരിക്കുന്നു, മരണം എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ വരാം. ഇവിടെ യോനായിക്ക് വന്നത് അതാ. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. 4-ാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോ യോന പറയുന്ന വാക്കിന് വീണ്ടും വീര്യവും മൂർച്ചയും കൂടുകയാണ്. തന്റെ അനുഭവങ്ങൾക്ക്, സഹനങ്ങൾക്ക് വർധനവ് വരികയാണ്. 8-ാമത്തെ
4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത് എന്നും എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നോക്കിയ ദൈവമക്കളെ, നിനവയ്ക്ക് എന്ത് ദോഷം സംഭവിക്കും എന്ന് കാണാൻ വേണ്ടി കാത്തിരുന്ന യോനയുടെ തലയിലേക്ക് ദിവസവും കാണുന്ന സൂര്യനിൽ നിന്ന് ഒരു ചൂട് തന്റെ തലയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോ അങ്ങ് മരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കത്തക്ക തരത്തിലുള്ള പൊള്ളല് തനിക്ക് അനുഭവിച്ചു എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവമക്കളെ, നമ്മളൊക്കെ നിത്യവും കാണുന്ന പലതിൽ നിന്നും നമുക്കൊന്നും ഒരു ചൂടും തട്ടാതെ വണ്ണം ദൈവം നമ്മളെയൊക്കെ നടത്തുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ മികവ് കൊണ്ടോ, നമ്മുടെ കാലിബർ കൊണ്ടോ, നമ്മൾ ദൈവത്തെ കൈമണി കൊടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിന്റെ കൃപയാ. നമ്മുടെ ഉള്ളം ക്ഷീണിച്ചു മടുത്തു തുടങ്ങിയോ? യോന ദൈവത്തെ വളരെ സിമ്പിൾ ആൻഡ് സില്ലി ആയിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ എനിക്ക് ഇന്ന് ഈ പ്രഭാത സന്ദേശത്തിൽ അങ്ങയോട് അറിയിക്കാനുള്ളത്, നിങ്ങൾ ഈ ഭൂമിയിൽ എന്തിനെ സിമ്പിളായിട്ട് കണ്ടാലും സില്ലി ആയിട്ട് കണ്ടാലും നെവർ മൈൻഡ് എന്ന് കരുതിയാലും നിങ്ങൾ ദൈവകാര്യത്തെ അങ്ങനെ കാണരുത്. ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മെ ക്ഷീണിപ്പിക്കുകയും മടുപ്പിക്കുകയും ചെയ്യും. ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തു തുടങ്ങിയോ? പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടാതെ നിങ്ങൾ ക്ഷീണിച്ചു തുടങ്ങിയോ? നിർത്താം ഇതൊക്കെ എന്ന് തോന്നി തുടങ്ങിയോ? മരിച്ചു കളയാമെന്ന് ചിന്തിച്ചോ? ഇവിടെ യോനായും എന്തുകൊണ്ടാണ് തനിക്ക് ആ ചിന്ത വന്നതെന്നറിയാമോ? മരിച്ചാ മതി, ക്ഷീണിച്ചു ഞാന്, ഇവിടെ ഇങ്ങ് കയറി നിൽക്കാൻ ഒരു തണല് പോലും ഇല്ല എന്ന് താൻ കരുതിയപ്പോ, തന്റെ നെറുകയിൽ ആ ചൂടടിച്ചപ്പോ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്നാ തനിക്ക് തോന്നിയെന്ന വചനം പറയുന്നു. ദൈവമക്കളെ, ജീവിതത്തിൽ പല അവസ്ഥകളും നമുക്ക് ഇങ്ങനെയൊക്കെ വന്നു എന്ന് വരാം. ഇതൊക്കെ ദൈവഹിതമല്ലാത്തൊരു ചിന്തയും ദൈവഹിതമല്ലാത്ത ഒരു തോന്നലും നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ, ധ്യാനിച്ചുകൊള്ളുവീൻ, ധ്യാനിച്ചുകൊള്ളുവീൻ. താൻ ആ മരക്കുരിശുമായി ആ കാൽവറി കൊലക്കളത്തിലേക്ക് താൻ നടന്നെടുക്കുമ്പോ വെയിലുകൊണ്ടു അവൻ മടുത്തില്ല. ഇതുപോലെ നെറുകയിൽ വെയിൽ കൊണ്ടു അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു മുകളറ്റം എത്തുന്നതിന് മുന്നേ എന്ന് താൻ കരുതിയില്ല. ആ ക്രൂശ് തന്റെ ചുമലിൽ താൻ ചുമക്കുമ്പോഴും തനിക്കതൊരു ഭാരമായി തോന്നിയില്ല. കാരണം അതിനേക്കാൾ ഭാരമുള്ള സ്നേഹം എന്നെക്കുറിച്ചും അങ്ങയെക്കുറിച്ചും തന്റെ ഹൃദയത്തിൽ താൻ സൂക്ഷിച്ചിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം ധ്യാനിച്ചവൻ, ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഇത് പ്രഭാതത്തിലും മാന്യ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ആശിച്ച കാര്യം നടക്കാത്തതിനെ പ്രതി നിങ്ങൾക്കൊരു മടുപ്പുണ്ടോ? സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കപ്പെടാത്തതിന്റെ പേരിൽ മടുപ്പുണ്ടോ? ക്രിസ്തീയ ജീവിതം ഒരു ക്ഷീണമായും മടുപ്പായും തോന്നിത്തുടങ്ങിയോ? എന്നാൽ യോനയെ പുനർസമർപ്പണത്തിന് പ്രാപ്തനാക്കാൻ എന്റെ ദൈവത്തിനൊരു തിമിംഗലത്തെ ആവശ്യമായിരുന്നു. തിമിംഗലത്തിന്റെ വയറിനെ പാതാളമായിട്ടാണ് ദൈവം യോനയ്ക്ക് വെളിപ്പെടുത്തിയത്. ദൈവമക്കളെ, ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നാം ട്രാപ്പിൽ അകപ്പെടുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പാതാള സമാനമായിടത്തേക്ക് താണുപോകുന്നു എന്ന് തോന്നുമ്പോൾ, നിങ്ങൾ ആരും മടുത്തു പോകല്ല, മറന്നു പോകല്ല. സർവശക്തനായ ദൈവം ഇനിയും ഒരു പുനർസമർപ്പണത്തിന് എനിക്കും നിങ്ങൾക്കും അവസരമുണ്ട് എന്നാണ് ആ അവസ്ഥയിലൂടെ വെളിപ്പെടുത്തുന്നത്. ആ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ലെനിക്ക് തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി
തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. ദൈവമക്കളെ, ഇതുപോലെ കടൽപ്പുല്ല് തലപ്പാവാകുകയും വെള്ളം പ്രാണനോളം വളയുകയും ആഴി നിന്നെ ചുറ്റുകയും പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങുകയും ഭൂമി തന്റെ ഓടാമ്പലുകളാൽ സദാകാലത്തേക്ക് നിന്റെ വാതിലുകളും വഴിയും അടയ്ക്കുകയും ചെയ്ത സ്ഥാനത്തും, അതേ പ്രിയപ്പെട്ട സുഹൃത്തെ, ആ അവസ്ഥകൾക്കകത്തൊന്നും എന്നെയും നിങ്ങളെയും പെടുത്താതെ എന്റെയും നിങ്ങളുടെയും മുറിപ്രാർത്ഥനകൾ ദൈവത്തിന് പ്രസാദമെന്നെണ്ണി ആ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മയൊക്കെ കൈതന്ന് വീണ്ടെടുത്ത സർവശക്തനായ ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള നിന്റെ പ്രാഗൽഭ്യത്തിനകത്ത് ഇന്നൊരു ക്ഷീണവും മടുപ്പും നിനക്ക് തുടങ്ങിയിട്ടുണ്ടോ? എന്നാൽ ദൈവാത്മാവ് പലരെയും ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചു വിളിക്കുകയാണ്. ഒരു പുനർസമർപ്പണത്തിന് ഇനിയും അവസരമുണ്ട്. ഒരു വരവിന് ഇനിയും അവസരമുണ്ട്. ദൈവമേൽപ്പിച്ച നിയോഗങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഇനിയും അവസരമുണ്ട്. ഒരു യോനയെ സർവശക്തനായ ദൈവം വിട്ടുകളയാത്തതുപോലെ, ഒരു യോനയെ എന്റെ ദൈവം മറന്നു കളയാത്തതുപോലെ, കടൽ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ടുള്ള തന്റെ നിലവിളി പോലും എന്റെ ദൈവം ശ്രദ്ധയോടെ കേട്ടതുപോലെ, ഇന്ന് പ്രഭാതത്തിലും കടഭാരത്തിനകത്തും രോഗത്തിനകത്തും ദുരിതങ്ങൾക്കകത്തും ദുരന്തങ്ങൾക്കകത്തും വിരോധങ്ങൾക്കകത്തും ആക്ഷേപങ്ങൾക്കകത്തും അവഗണനകൾക്കകത്തും ഒറ്റപ്പെടലുകൾക്കകത്തും നിന്ദയ്ക്കകത്തും പരിഹാസത്തിനകത്തും നിരാശയ്ക്കകത്തും പെട്ടുപോയി കിടന്ന് നിലവിളിക്കുന്ന താങ്കളുടെ നിലവിളി, അതൊരു കണ്ണുനീരായോ നെടുവീർപ്പായോ ഏങ്ങലായോ അത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അതൊരു പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞ് നിരസിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതും. ആ കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന ഏങ്ങലുകളെ ശ്രദ്ധയോടെ സ്വീകരിക്കുന്ന, നിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ സംസാരിക്കുന്നത്. മടങ്ങി വരാനും ഒരു പുനർസമർപ്പണത്തിനും ഇനിയും അവസരമുണ്ട്. കർത്താവേ, അങ്ങ് ഉദ്ദേശിക്കുന്ന നിലയിൽ എനിക്കൊന്ന് കയറണമെന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ദൈവം അതിന് താങ്കളെ സഹായിക്കുക തന്നെ ചെയ്യും. എൻ്റെ ദൈവം നിങ്ങളുടെ ക്ഷീണങ്ങളുടെ അവസ്ഥയിൽ നിന്നും മടുപ്പിന്റെ അവസ്ഥയിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുക തന്നെ ചെയ്യും. അതെ, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുകയില്ല സഹോദര സഹോദരി. നിങ്ങൾ മടുക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കാതെ ഇരിക്കുകയില്ല. തന്റെ ജീവിതത്തിൽ ഇങ്ങനെ തോന്നിപ്പോയി, വെള്ളം പ്രാണനോളം വളയുമ്പോഴും ആഴി തന്നെ ചുറ്റുമ്പോഴും കടൽപ്പുല്ല് തനിക്ക് തലപ്പാവായിരിക്കുമ്പോഴും പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങിച്ചെല്ലുമ്പോഴും ഭൂമി തന്റെ ഓടാമ്പലുകളാൽ സദാകാലത്തേക്കും തന്റെ വഴികളെ അടച്ചു കളഞ്ഞപ്പോഴും തനിക്ക് ഇങ്ങനെ തോന്നിപ്പോയി, ഇനി എനിക്കൊരു മടങ്ങിവരവില്ലേ? ഇനി എനിക്കൊരു മടങ്ങിവരവില്ലേ? ഇനി എനിക്കൊരു ജീവിതമില്ലേ? ഇനി എനിക്കൊരു സന്തോഷമില്ലേ? ഇനി എനിക്കൊരു ഐഡന്റിറ്റി ഇല്ലേ? യോന എന്ന വ്യക്തി ഇവിടെ അവസാനിക്കുകയാണോ ദൈവമേ എന്ന് താൻ ചോദിച്ചു പോയി. ദൈവമക്കളെ, ഇതൊക്കെ ഒരു പുനർസമർപ്പണത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് താൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അതെ, 7-ാമത്തെ വാക്യത്തിൽ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. മക്കളെ, നമ്മുടെയൊക്കെ ഓർമ്മ കുറവാണ് ഈ കടൽപ്പുല്ല് തലപ്പാവാകുന്നതും പർവ്വതങ്ങളുടെ അടിവാരത്തോളം പോലും നമ്മളൊക്കെ താഴ്ന്നു പോകുന്നതും വാതിലുകൾ അടയുന്നതുമൊക്കെ ഓർമ്മക്കുറവാ. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുകയാണ്, ഈ പ്രാർത്ഥന മതിയോ? ഈ ധ്യാനം മതിയോ? ഇങ്ങനെയൊക്കെ മതിയോ? ഇത്രയൊക്കെ മതിയോ? ഇത്രയൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയത്തുള്ളോ? ഇതൊക്കെ ഞാൻ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു പുനർസമർപ്പണത്തിന് ഇനിയും അവസരമുണ്ട്. ഒരു പുനർസമർപ്പണത്തിന്
ഇനിയും അവസരമുണ്ട്. ഇന്ന് ആരാണ് തയ്യാറ് ഇങ്ങനെ പറയാൻ? 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോ ആള് ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. ഇന്ന് ഞാൻ ആരോടൊക്കെയോ പ്രഭാതത്തിൽ പറയുക, നിങ്ങൾ ദൈവത്തിന് നേർച്ച നേർന്നിട്ടുണ്ടോ? മക്കളുടെ കാര്യത്തിന് വേണ്ടി, മരുമക്കളുടെ കാര്യത്തിന് വേണ്ടി, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ നേർന്ന നേർച്ച നിങ്ങൾ കഴിച്ചോ? നിങ്ങൾ അത് മറന്നോ? കാര്യം കഴിഞ്ഞപ്പോൾ അത് മറന്നോ? എന്നാൽ ഇന്ന് ദൈവാത്മാവ് ആരോടോ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നേർന്നിരിക്കുന്നത് കഴിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. വയറിനകത്ത് അല്ല, വയറെന്ന് പറയണ്ട, ആ പ്രശ്നത്തിനകത്ത് കിടന്ന് പ്രാർത്ഥിക്കേണ്ട പോലെ പുള്ളി പ്രാർത്ഥിച്ചപ്പോ തലയിൽ പിടിച്ചിരുന്ന കടൽപ്പുല്ലും മാറി, തന്റെ പ്രാണനെ ചുറ്റിയ വെള്ളവും പുറകിലോട്ട് വലിഞ്ഞു. പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്ന് ശരവേഗത്തിൽ മുകളിലേക്കും എടുത്തു. ഭൂമി അടച്ചിരുന്ന വാതിലെല്ലാം തുറന്നു കൊടുക്കുകയും ചെയ്തു. നേരെ ആള് കരയ്ക്ക് വന്ന് വീണു. ഇന്ന് പകലിലും ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ വെള്ളത്തിനകത്ത് കിടന്ന് നിലവെള്ളം ചവിട്ടുന്ന ചിലരെ നോക്കി ഞാൻ ആത്മനിറവിൽ പറയുക, ഒരു പുനർസമർപ്പണത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ കരതൊടും. നിങ്ങളെ വെള്ളത്തിനകത്തുനിന്ന് കർത്താവ് പൊക്കും. ഒരു മനുഷ്യന്റെ കരവും വേണ്ട. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കേണ്ട പോലെ നിന്നാൽ, നിങ്ങൾ ദൈവത്തോട് വിധേയത്വമുള്ളവനും വിശ്വസ്തനുമായി തീർന്നാൽ, ദൈവം താങ്കളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. ഞാൻ നേർന്നത് ഞാൻ കഴിക്കും. ഞാൻ നേർന്നത്, നിങ്ങൾ ദൈവത്തിന് നേർന്നിട്ടുണ്ടോ? നിങ്ങളുടെ തലമുറകളെ നേർന്നിട്ടുണ്ടോ? നിങ്ങളെ ദൈവത്തിന് നേർന്നിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിന് എന്തേലും വഴിപാട് നടത്താൻ നിങ്ങൾ നേർന്നിട്ടുണ്ടോ? കർത്താവേ, ഞാൻ ഇന്നത് ചെയ്തേക്കാൻ നേർന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. കർത്താവേ, ഇന്ന ഒരു നന്മ എനിക്ക് സംഭവിച്ചാൽ കർത്താവേ, ഞാൻ അങ്ങേക്കിത് ചെയ്യാം. നിങ്ങൾ നേർന്നിട്ടുണ്ടോ? ദൈവം അത് ഓർമ്മിപ്പിക്കുക. കാരണം പ്രാണനെ വിടുവിച്ച കർത്താവ്, അത് യഹോവയുടെ പക്കൽ നിന്ന് വന്നൊരു രക്ഷയാന്ന് തിരിച്ചറിഞ്ഞൊരു യോന ഒരു പുനർസമർപ്പണത്തിന് തയ്യാറാകുന്നത് പോലെ ഇന്ന് ഈ സന്ദേശത്തിലൂടെ ആരെയൊക്കെയോ ദൈവം ബലപ്പെടുത്തുകയാണ്. സഹോദരി, നിന്നെ ദൈവം മറന്നിട്ടില്ല. ബ്രദറെ, നിന്നെ ദൈവം മറന്നിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? ഈ ദൈവത്തോട് കൂടെ നിൽക്കാൻ തയ്യാറാണോ? എത്രയോ അവസ്ഥകൾ ഇതുപോലെ നമ്മെ പിടിച്ച് ബന്ധിക്കുന്ന അവസ്ഥകൾ. മരിച്ചാ മതിയായിരുന്നു എന്നുവരെ കരുതിയ സ്ഥാനത്ത് ഇത് പ്രവാചകന്മാരിലും ഉണ്ടായിട്ടുണ്ട്, ഏലിയാവിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ വെള്ളം നിന്നെ ചുറ്റിയത് നിന്നെ പുറകിലോട്ട് വലിക്കാനല്ല, നിന്നെ മുമ്പിലോട്ട് തള്ളാനാ. യോനയെ മത്സ്യം വിഴുങ്ങിയപ്പോൾ യോന കരുതി തീർന്നു, എൻ്റെ ജീവിതം, എൻ്റെ ഐഡന്റിറ്റി തീർന്നു. പക്ഷേ അത് മുന്നോട്ട് കൊണ്ട് കരയിലേക്ക് തള്ളിയിടാനാ. ഒരു തിരിച്ചറിവ് വരാനാ കർത്താവ് ചിലത് ജീവിതത്തിൽ അനുവദിക്കുന്ന കേട്ടോ. ഒരു തിരിച്ചറിവ് വരാനാ, ഒരു പുനർസമർപ്പണത്തിന് വേണ്ടിയാ. കാരണം ഇതല്ല നിന്റെ റേഞ്ച്. കർത്താവ് നിങ്ങളോട് പറയും, ഇതല്ല നിന്റെ റേഞ്ച്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ റേഞ്ച് ഇതല്ല, നിങ്ങളുടെ സ്തുതിപ്പിന്റെ റേഞ്ച് ഇതല്ല, നിങ്ങളുടെ അന്യഭാഷയുടെ റേഞ്ച് ഇതല്ല, നിങ്ങളുടെ ശുശ്രൂഷയുടെ റേഞ്ച് ഇതല്ല. സ്വർഗം ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയർത്തിയെടുക്കാൻ, വളർത്തിയെടുക്കാൻ, കൊണ്ടുപോകാൻ, ഉപയോഗിക്കാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ചിലരെ ആത്മാവ് തൊടുകയാണ്. ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പറയുന്ന ചിലരിലേക്ക് ആ ദൈവശക്തി തീവ്രമായി ഇറങ്ങുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ എന്റെ നേർച്ച കഴിക്കും. ഞാൻ നേർന്നതിനെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. കർത്താവേ, ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുന്നു. എനിക്ക് ഈ ശുശ്രൂഷ പോരാ, എനിക്ക് ഈ കൃപ പോരാ, എനിക്ക് ഈ വിശുദ്ധി പോരാ, എനിക്ക് പ്രാർത്ഥന പോരാ എന്ന് തിരിച്ചറിയുന്ന
തിരിച്ചറിയുന്ന താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ തലയ്ക്ക് ചുറ്റിയിരിക്കുന്ന, താങ്കളെ ചിന്തിക്കാൻ വിടാതെ, ഏറ്റെടുത്ത തീരുമാനവും ഏറ്റെടുത്ത ദൗത്യവും ചെയ്യാൻ അനുവദിക്കാതെ താങ്കളെ ചുറ്റി വലിഞ്ഞിരിക്കുന്ന ചില കടൽപ്പുല്ലുകൾ നിന്റെ തലയിൽ നിന്ന് ഈ പ്രഭാതത്തിൽ പൊട്ടിമാറുകയാണ്. സ്വീകരിക്കുക. ഇന്ന് പകലിൽ ഒരു വിടുതലിന്റെ ശുശ്രൂഷ ഇതിനകത്ത് ദൈവാത്മാവ് ചെയ്തെടുക്കുകയാണ്. ഇത് സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊടുന്ന ഒരു സന്ദേശമാണ്. അതേ, നിന്റെ ജീവിതത്തിൽ, താങ്കളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയുടെ ഓടാമ്പല്ലുകൾ, വാതിലുകൾ സകലതും അടച്ചിട്ടാലും ഇന്ന് പകലിൽ ഒരു തീരുമാനം എടുക്കുന്നവന്റെ മുമ്പിൽ ആ ഓടാമ്പല്ലുകൾ മാറി നിൽക്കും. വഴികൾ തുറന്നു വരട്ടെ. ഓ ജീസസ്, മടുക്കരുത്. പ്രാർത്ഥനയിൽ മടുക്കരുത്. ക്ഷീണിക്കല്ല്. വിട്ടുകളയരുത്. ദൈവത്തിന് താങ്കളെ വേണം. ഓ രാമാശ്യാംദേ, come on. ആർക്ക് വേണ്ടെങ്കിലും ദൈവത്തിന് താങ്കളെ വേണം. ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുത്തേ. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ ഉള്ളം ക്ഷീണിച്ച് മടുത്തു തുടങ്ങിയാൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 12:3 പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പിതാവേ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ അനുഗ്രഹീതമായ തിരുവെഴുത്തുമായി അടുത്തു വരുന്നു. ഈ വചനത്താൽ ഞങ്ങളെ അവിടെ നിന്ന് പ്രഭാതത്തിൽ ഉറപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ ശക്തീകരിച്ചതിനായി നന്ദി. ഈ തിരുവെഴുത്ത് കേട്ട ഓരോ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇവരെ ദൈവം ബ്ലസ് ചെയ്തതിനായി, സ്പർശിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇവരെല്ലാം ഒരുപോലെ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ വചനം ഈ ജനത്തെ തൊട്ടിരിക്കാൻ നന്ദി. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ മെസ്സേജിന് ഒരു ലൈക്ക് കൊടുക്കാതെ പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഈ സന്ദേശം മറ്റുള്ളവർക്കും കൂടെ, മിനിമം ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ സന്ദേശം ഒന്ന് കാണാൻ പറയുക. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടായി മാറും. അവരും കർത്താവിൻ്റെ മക്കളായി തീരട്ടെ. അവരും വിശ്വാസത്തിൽ വർദ്ധിക്കട്ടെ. അവർക്കും ദൈവം കൃപകൾ പകരട്ടെ. നമ്മുടെ ഓരോ ഷെയറിങ്സും അതിന് സഹായിക്കുമെങ്കിൽ നമ്മൾ മടുക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലോ കോൾസിലോ നിങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ദൈവം വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. അടുത്ത ദിവസം, അടുത്ത സമയം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name. Amen. Have a great day. Goodbye.